കൂട്ടാ ഞാൻ നിന്നെയും കാത്തവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഒരു പെൺകൊച്ച് ഫോട്ടോയൊക്കെ പിടിച്ച് കൊട്ട കമ്മലൊക്കെ ഇട്ട് അതായത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പാട്ടൊക്കെ പാടി പുറകെ നടന്ന് അവളെ സ്നേഹിക്കണം. ഞാൻ നായകൻ, അതെങ്ങനെയാണല്ലോ. നിങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ്. വെറുതെ പ്രേമിച്ചു നടക്കാനല്ല, എനിക്ക് തന്നെ കല്യാണം കഴിക്കണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇട്ടവനെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായാലോ. ലൈഫ് ഫുള്ള് നീ വേണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭാഗം ഒന്ന് മനസ്സിലാക്കണ്ടേ. ഒരാൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പോകാൻ എളുപ്പമുള്ള ഷൂട്ടാണ്. ചില സമയത്ത് തോന്നും ചെറിയ കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി, വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കണ്ട. വിളിക്കില്ല സാറേ. ഒരാഴ്ചക്കുള്ളിലേ തന്റെ ക്യാഷ് ഞാൻ തരും. 500, അത് 1000. ഈ റേഡിയോ മെയ്ഡ് ഇൻ USSR ആണ്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം റെഡ് മെർക്കുറി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബാക്കി വന്ന എല്ലാ റെഡ് മെർക്കുറിയും ഇതുപോലുള്ള റേഡിയോയിലും മറ്റുമാണ് സോവിയറ്റ് യൂണിയൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിലൊരു റേഡിയോ ആണ് നമ്മുടെ റേഡിയോ. എന്തായാലും അറസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പം അടുത്തെങ്ങാനും പുറത്തിറങ്ങില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗം വന്നിട്ട് നമ്മൾ അകത്താവും. അതുകൊണ്ട് പോലീസിൽ അറിയിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ ആരോട് ചോദിച്ചാ എന്റെ ബാഗ് നീ ആരെന്നത് ചോദിച്ചേട്ടൻ? നീ കൊറേ നാളായി തുടങ്ങിയിട്ട്. എടാ ജിജോ, ജിജോ അല്ല ജിജോ. ഇത് നിനക്ക് വേണ്ടിയിട്ടാ. തീർന്നടാ. നീ ഏത് മറ്റേട്ടനറിയാലും ഇത് ദാസന്റെ നാടകളാ. എന്നെ തല്ലിയിട്ട് നിനക്കൊക്കെ പോകാൻ പറ്റുമോ?